ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പൈക്കോയിൻ സെല് ചെയ്യുക, എങ്ങനെയാണ് അത് ബൈ ചെയ്യാൻ പറ്റുന്നതുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ലാഗ് ആക്കി വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ ഡയറക്റ്റ് വീഡിയോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുക്കാൻ പോകുന്നത് MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചാണ്. ഇപ്പോൾ നിലവിൽ പൈക്കോയിൻസ് ലിസ്റ്റ് ചെയ്ത കുറച്ച് എക്സ്ചേഞ്ചുകളുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ ലിങ്കും എല്ലാ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷെ ഒരു എക്സ്ചേഞ്ചിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രേഡിംഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇത് MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച് അല്ല, വേൾഡ് നമ്പർ 1 ബെസ്റ്റ് എക്സ്ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ എക്സ്ചേഞ്ച് നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു എക്സ്ചേഞ്ച് ആണ് MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച്, ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കും. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ച് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഒന്നും അവൈലബിൾ അല്ല. നമ്മുടെ ക്രോമിൽ പോയിട്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് പോയിട്ട് ഇതിന്റെ APK ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ബിറ്റ്ഗിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്റെയും ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. രണ്ടും ഏതിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ അതേപോലെ ലിസ്റ്റ് ആയ സംഭവമാണ് ഗേറ്റ്.io എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നേരെ മറിച്ച് നിങ്ങൾ പുറത്ത് UAE അങ്ങനത്തെ അതർ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗേറ്റ്.io യൂസ് ചെയ്യലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇതാണ് നമ്മുടെ MEXC. എല്ലാ എക്സ്ചേഞ്ചിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ്, KYC വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ലോഗിൻ ഒക്കെ ചെയ്യുക, രജിസ്റ്റർ ഇമെയിൽ പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു മനുഷ്യന്റെ ചിഹ്നം ഉണ്ടാവും, അതിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തതിനാ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ഇവിടെ എന്താണ്, വെരിഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എന്താണ്, വെരിഫൈഡ് ആണ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ എന്താണ്, എൻ്റെ വെരിഫൈഡ് ആണ്, കറക്റ്റ് കാണും. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ ഐഡന്റി വെരിഫൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സെറ്റ് നിക് നെയിം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോറി, വെരിഫൈഡിന് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ KYC വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്വാൻസ്ഡ് KYC ഒക്കെ ചെയ്യും. അപ്പോൾ പ്രൈമറി KYC മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിപ്റ്റോ ട്രേഡിങ്ങിന് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ആധാർ കാർഡ് പാൻ കാർഡ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യാണ്, പൈ എന്ന് സെർച്ച് ചെയ്യണം. ഓൾറെഡി ഞാൻ പൈ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. പൈന് ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് $0.6 ഇപ്പോൾ പൈ കിടക്കുന്നത്. ഓക്കെ, ഡൗൺലോഡ് വന്നു ഏകദേശം ഇന്നലത്തെ ഹൈ. ഓക്കെ, ഇന്നലെ നമുക്ക് അറിയാവുന്ന $2.1 $2.3 വരെ ഓൾ ടൈം ഹൈ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പൈക്കോയിൻ. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് $0.6 ആണ്. ഏകദേശം INR പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 60 രൂപയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പൈക്കോയിൻ. നിലവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈക്കോയിൻ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇടനിലക്കാരെ എനിക്ക് ചില സമയത്ത് മെസ്സേജ് അയക്കാണ്ട്, ഞാൻ 70 രൂപക്ക് കുറച്ച് മേടിച്ച് വെക്കാം, 80 രൂപക്ക് കുറച്ച് മേടിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റിനെ കുറച്ച് മുകളിൽ നിങ്ങൾക്ക് കുറച്ച് വിൽക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ നടത്താവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളോട് വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ MEXC പറയുന്ന എക്സ്ചേഞ്ച് ഇപ്പോൾ നിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ വാലറ്റിൽ പോയി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ എന്താണ്, ഡെപ്പോസിറ്റ് ഡിസേബിൾഡ് ആണ്, സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമുക്ക് MEXChangeൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ഇത് നിലവിൽ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താണ്, ഡെപ്പോസിറ്റ് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് ഇപ്പോൾ അത്രയുള്ളൂ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് പൈക്കോയിൻ ഈ സമയത്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ മതി, മാർക്കറ്റ് എന്ന് എടുക്കുക. ഇതിൽ കുറച്ച് എന്ത് വേണം, USDT ഇടുക. ഓക്കെ, കുറച്ച് USDT ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ എന്ത് ചെയ്യുക, പൈ എന്ന് സെർച്ച് ചെയ്യുക, മാർക്കറ്റിൽ വന്നിട്ട് പൈ സെർച്ച് ചെയ്യുക, പൈ USDT ഇതെടുക്കുക. അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ്, ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കറക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നേരെ മറിച്ച് നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങൾക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നത് ബിറ്റ്ഗിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ആണ്. ഈ എക്സ്ചേഞ്ചിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് സൈഡിൽ ആ മനുഷ്യന്റെ ചിഹ്നത്തിന് അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഇതുണ്ടോ, വെരിഫൈഡ്. ഇതിൽ ഞാൻ എന്ത് ചെയ്തു, വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, സത്യം പറയുകയാണെങ്കിൽ KYC ഒക്കെ 2-3 അവേഴ്സിനുള്ളിൽ ഈ രണ്ട് എക്സ്ചേഞ്ചിലും എന്ത് ചെയ്യും, KYC നമുക്ക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ,
ഇതിനുശേഷം എങ്ങനെയാണ് ഇതിൽ ഡെപ്പോസിറ്റ്? ഇപ്പോൾ നമ്മുടെ പൈൻ്റെ വാല്യൂ നിങ്ങൾക്ക് നേരത്തെ കണ്ടല്ലോ, 0.6 ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 പൈക്കോയിൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 3 പൈക്കോയിൻ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം. ഓക്കെ, 3 പൈക്കോയിൻ ആഡ് ചെയ്തു. ഇപ്പോൾ $1.95, ഏകദേശം $2 അടുത്തുള്ള ഒരു പൈക്കോയിൻ എൻ്റെ ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ളത്, ഇതിലാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്, ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല്ലും ബൈയും ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കാര്യം കാണിച്ചാൽ ഇതിൽ എങ്ങനെയാണ് വെച്ചാൽ ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആഡ് ഫണ്ട് അതിലുണ്ടാവും ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൈൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പൈൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ്. ഈ അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ക്ലിപ്പോട് കോപ്പി ചെയ്യും. അതിനുശേഷം നിങ്ങൾ നേരെ വരുന്നത് പൈ ബ്രൗസറിലോട്ട് വന്നതിന് ശേഷം വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വാലറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വാലറ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഫിംഗർ പ്രിന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ എൻ്റെ വാലറ്റിൽ ഏകദേശം 140 പൈക്കോയിൻസ് ഇപ്പോൾ എൻ്റെ അവൈലബിൾ ബാലൻസിലുണ്ട്. ഈ അവൈലബിൾ ബാലൻസിലുള്ള പൈക്കോയിൻസ് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ എന്താ പറയാ, നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു എമൗണ്ട് കാണിക്കും. ഇതല്ല നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഈ റെഡ് ഇതിൽ കാണിക്കുന്നത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മൈഗ്രേറ്റ് ആയി വന്നതാണ്. ഓക്കെ, മൈഗ്രേറ്റ് ആയി വന്നതായാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് അതിന്റെ ലോക്കപ്പ് പീരീഡ് ഉണ്ടാവും. ആ ലോക്കപ്പ് ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് അവൈലബിൾ ബാലൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അവൈലബിൾ ബാലൻസിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അവൈലബിൾ ബാലൻസിലോട്ട് എത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൽ ചെയ്യാൻ പറ്റുള്ളൂ. അവൈലബിൾ ബാലൻസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കപ്പ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇതിലുണ്ടാവും, കറക്റ്റ് ടൈം ഉണ്ടാവും. അപ്പോൾ ഫെബ്രുവരി 15, അപ്പോൾ ഫെബ്രുവരി 15 ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി 15 അതിൽ ടൈമും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിന് ശേഷം നിങ്ങൾക്ക് മൂവ് എന്നുള്ള ഓപ്ഷൻ വരും. മൂവ്, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു മൈഗ്രേഷൻ്റെ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഈ അവൈലബിൾ ബാലൻസിലോട്ട് മൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ അതിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, പേ ഓർ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, പേ ഓർ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേ ഓർ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് മാനുവലി അഡ്രസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് മാനുവൽ അഡ്രസ് ഓപ്ഷന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് 2 പൈ, ഞാൻ ഒരു 2 പൈയും കൂടി ഞാൻ അതിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ടൈപ്പ് ഇൻ വാലറ്റ് അഡ്രസ്. ഓക്കെ, ഞാൻ വാലറ്റ് അഡ്രസ് കോപ്പി ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നേരത്തെ ഞാൻ എന്ത് ചെയ്തു, ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് ഞാനൊരു പൈക്കോയിന്റെ ഡെപ്പോസിറ്റ് പേ എന്നുള്ളതിൻ്റെ അവിടുന്ന് ഈ ഒരു പൈൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തു. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ സെൻഡ് കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശം എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ വാലറ്റിലോട്ട് നിങ്ങളുടെ അപ്പോൾ കണ്ടോ, ഇപ്പോൾ 140 പൈ ഉണ്ടായിരുന്ന എൻ്റെ 138 മീൻസ് 2 പൈ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ആ ഒരു അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്തു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടാവും, ഇതാ ഫുൾ അഡ്രസ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ബാക്കിലോട്ട് വന്നാൽ മതി, ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്രെഡിറ്റ് ആകുന്നത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ അപ്പോൾ ഇനി എങ്ങനെയാണ് സെയിൽ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. മാർക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ്, അതിൽ നിന്ന് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, പൈ എന്നുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്യുക. ഓക്കെ, പൈ എന്ന് സെർച്ച് ചെയ്യുക. ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ട്രേഡ്, ഇവിടെ ഉണ്ടാവും ബൈ പി ഐ, സെൽ പി ഐ. നിങ്ങൾക്ക് ഇപ്പോൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ USDT ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഇത്ര ക്വാണ്ടിറ്റിയാണ്, ഇപ്പോൾ ഒരു 500 പൈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിൻ്റെ അവിടെ 500 PI എന്നുള്ള 500 ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അപ്പോൾ ഇവിടെ 500 PI സെർച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 500 PIക്ക് ഞാൻ ഇപ്പോൾ എന്താ 381 USDT കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് ഇത് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സെല്ലാണ്, ഇപ്പോൾ എൻ്റെ എത്ര പൈ ഉണ്ട്, ഓക്കെ 3 പൈ ഉണ്ട്. ആ 3 പൈ ഞാൻ ഇപ്പോൾ സെല് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടാൻ പോകുന്ന USDയുടെ കണക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, $1.97 ആണ്. ഓക്കെ, ഞാൻ അവിടെ സെൽ പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൈ അവിടെ സെല്ലായി കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാൻ, നമ്മൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട് സെൽ പി ഐ. ഓക്കെ, ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, സെൽ പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൈ സെൽ ചെയ്തു. ഓക്കെ, ഞാൻ ആ പൈ സെൽ ചെയ്തു. എനിക്കിപ്പോൾ എന്തായി, USDT ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, 3 പൈ സെൽ ചെയ്തു, $1.97 USDT എനിക്ക് കിട്ടി. ഇങ്ങനെയാണ് പൈക്കോയിൻ സെല്ല് ചെയ്യുന്നത്. ബൈ ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, സെയിം മെത്തേഡിനെ ബൈ ചെയ്യുന്നതും കൊണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്പോട്ടിലുണ്ട്. ഇനിയിപ്പോൾ ഈ USDT നിങ്ങൾക്ക് ഇനിയിപ്പോൾ INR ആക്കണം. ഇഷ്ടംപോലെ ഇടനിലക്കാർ ഇപ്പോൾ അവൈലബിൾ ആണ് USDT
സെല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് USDT INR ആക്കി തരും. നമ്മളിപ്പോൾ റെഡിയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ എൻ്റെ ഒരു രീതിയിലാണെങ്കിൽ ഒക്കെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ടാക്സ് ഒക്കെ പേ ചെയ്യണം. ഇപ്പോൾ ബൈനാൻസ് യൂസ് ചെയ്യണമെങ്കിലും ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ചിൽ നിന്ന് ചിലവർ CoinD6 ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് USDT INR. നിങ്ങൾക്ക് ഇനി USDT കൺവേർട്ടർ ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് പാർട്ടിനെ മുട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പൈ ഗ്രൂപ്പ് എന്നുള്ള ഒരു പൈ കോയിൻ പൈ സെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈക്കോൺ ആയാലും USDT ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് പൈക്കോന് സെല് ചെയ്യാന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഇത് സെല് ചെയ്തിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, 2 എക്സ്ചേഞ്ചിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന ഈ എക്സ്ചേഞ്ചിന്റെ ലിങ്ക് ഞാൻ പ്രത്യേകം മെൻഷൻ അടിക്കും. ഇതിൽ മാത്രമാണ് ഇപ്പോൾ ട്രേഡിംഗ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.